ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാനൊരു 5-5:30 ആയപ്പം തന്നെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. കാരണം 7 മണിക്ക് ഞങ്ങൾക്കൊരു അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റേ. പിന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ്സ് കൊടുക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോയുടെ അടിയിൽ കുറേ പേര് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചിരുന്നല്ലോ ഞാൻ എന്ത് ടൈപ്പ് വീഡിയോ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫും ഡെയിലി വ്ളോഗും ഒക്കെ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ആവേശമായത് ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓൾസോ 3ാമത്തെ സബ്സ്ക്രൈബറിനെ ഞാൻ 30th ജാനിന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മറ്റ് രണ്ടുപേരുടെയും ഗിഫ്റ്റ്സ് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിരിക്കുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ OOTD ഫോർ ഗോയിങ് ടു ടെമ്പിൾ. എങ്ങനെയുണ്ട്? ജസ്റ്റ് നോർമൽ ചുരിദാറാണ് കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോഴല്ലേ ഇതിടാൻ പറ്റൂ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു കേട്ടോ. 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ ഞാൻ ക്ഷണപടിന്ന് ഒന്ന് ഒരുങ്ങിയിട്ട് കാണാമേ. അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇത്രയും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും ഒരുങ്ങിയത് എന്ന് ചോദിക്കരുത്. കാരണം എനിക്ക് വേറെ സാഹചര്യം കിട്ടാറില്ല ഇത്രയും ഒരുങ്ങാനായിട്ട്. ഇവിടെയൊക്കെ വരുമ്പോഴേ എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ട്രഡീഷണലായിട്ട് ഒരുങ്ങി പോകാനും പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഒരുങ്ങി. അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി ചെല്ലുന്നതാണ് അവർക്കിഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയും അച്ഛനൊന്നും ഒരുങ്ങിയിട്ടില്ല. അതുവരെ ഞാൻ ഈ വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇവിടെ കുറേ ചെടികളൊക്കെ അമ്മ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണുകയാണ്. ഈ ഒരു സമയം ഞാനങ്ങനെ അധികം കാണാത്ത ഒരാളാണ്. അതുകൊണ്ട് ഈ സമയം എങ്ങനെയുണ്ടെന്ന് ഒന്നറിയാലോ. ഇതൊക്കെ അമ്മ നട്ട ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? വലിയ തുളസി ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ ചെറുതായി കിളിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇവിടെ കുളമുണ്ടേ, ഞാൻ കാണിക്കാം. കുളത്തിൽ ആരും ഇറങ്ങത്തൊന്നുമില്ല, ബട്ട് ഐ ഷോ യു. കണ്ട, ഇപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ വെള്ളം. മഴയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നിറയും. വലിയ ചെലന്തി വലയായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ ചെലന്തിനെ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഭയങ്കര വലുതാണ്. ആ 2 മരത്തിൻ്റെ ഈ ഒരു മരവും ഈ മരത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല വലിയൊരു ചെലന്തി വല. ഈ ഒരു ടൈം കൊള്ളാം ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. നല്ലൊരു പീസ്ഫുൾ വെതറും ഒരു പീസ്ഫുൾ ടൈമും. കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ നാട്ടിൽ ഞാൻ ഓസ്ട്രേലിയയിൽ പോകുമ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ ഒരു അമ്പലത്തിൻ്റെ പാട്ടും ഒക്കെയാണ് കേട്ടോ. അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തും ഒരു അമ്പലമുണ്ട്, ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തും അമ്പലമുണ്ട്. അപ്പം അവിടുന്ന് ഇങ്ങനെ പാട്ട് ഓണാക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണത്. അതാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യം. 7 മണിയായപ്പം തന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലങ്ങളിലോട്ട് പോവുകയാണേ. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ സ്ഥലം. കടക്കരപ്പള്ളി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ആദ്യം ഞങ്ങൾ പോയത് പാട്ടത്തിമടം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്. തൊട്ടടുത്താണ് കേട്ടോ, നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. പിന്നെ ഇത് ഇവരുടെ കുടുംബക്ഷേത്രം കൂടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കൊട്ടാരം അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കാണ്. ഇവിടെ അയ്യപ്പനാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു അമ്പലം കൂടിയാണ് അത്. ഈ അമ്പലവും ശരിക്കും ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കാറിൽ വന്നത് വേറൊരു അമ്പലത്തിലൂടെ പോകാനാണ്. വേളോറോട്ട് അമ്പലം എന്ന് പറഞ്ഞാൽ വേറൊരു അമ്പലം കൂടി. അതൊരു കിടുക്കാച്ചി അമ്പലമായിരുന്നു. ഇവിടെ സ്വയംഭുവാണ്, ശിവൻ്റെ അമ്പലമൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു അമ്പലമായിരുന്നു. ആ അമ്പലത്തിൽ ശിവൻ്റെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സ്റ്റാച്ചുവിൻ്റെ ചുറ്റും നമ്മുടെ നാളിനനുസരിച്ചുള്ള മരങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാനും അമ്മയും അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി സമയം ഇപ്പം 9 മണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നോക്കാം ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നുള്ളത്.
ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ പിന്നെ അമ്മയുടെ സ്റ്റ്യൂ കറിയാണ്. അമ്മ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറി എന്തായിരുന്നു? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ റെസിപ്പി. വീഡിയോ വന്നപ്പോ മിണ്ടാതിരിക്കുക. ഉള്ളിക്കറി അതെങ്ങനെയാ ഉണ്ടാക്കുന്നേ? പറ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് വറുത്ത് ഉള്ളി വഴറ്റി, അതിന്റെ ഉള്ളിയും പച്ചമുളകും വഴറ്റി, പിന്നെ അത് കഴിഞ്ഞ് സ്വല്പം മല്ലിപ്പൊടി ഇടും. അത് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ച് അതിനകത്ത് തേങ്ങ അരച്ച് ചേർത്തിട്ട് എടുക്കും. മുട്ട ഇടാം, ഇടാമെങ്കിൽ മുട്ട ഇല്ലാതെ എടുക്കാം. മുട്ട പുഴുങ്ങി ഇടാം, മുട്ടക്കറിയായിട്ട് എടുക്കാം. ഇപ്പം ഞങ്ങള് മുട്ട എടുക്കാത്തതുകൊണ്ട് പിന്നെ തേങ്ങ ഉള്ളിക്കറിയായിട്ട് മാത്രം എടുക്കല്ലോ. പക്ഷെ ഇന്ന് അത് മുട്ടക്കറി ആക്കാൻ ഇരുന്നായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലല്ലേ. വിചാരിച്ച് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. അതെ, എനിക്ക് അപ്പം ഇതാ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും. കട്ട് ചെയ്തില്ല. അല്ല, ഇതൊക്കെ ഞാൻ ഇടും. പക്ഷെ നമ്മൾ ഒറിജിനൽ ആയിരിക്കണമല്ല. അപ്പോൾ ഇതാണ് അപ്പം. എനിക്കിങ്ങനെ തിന്നപ്പമാണ് കേട്ടോ ഇഷ്ടം. എൻ്റെ വീട്ടിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും, അമ്മയ്ക്കൊക്കെ അങ്ങനെ പൊങ്ങിയിരിക്കുന്ന അപ്പമാണ് ഇഷ്ടം. പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ തിന്നായിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം, തിന്നായിട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യുവാണേ. അമ്മയുടെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്. എന്തുണ്ടാക്കിയാലും അതിന് ഒരു കൈപ്പുണ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് അപ്പം ഇഷ്ടമേ അല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത്രയൊക്കെ അപ്പം കഴിക്കാൻ തുടങ്ങിയത്. കാരണം നല്ല സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ടാണേ. പിന്നെ ഇത് മസാല ടീ ആണ്. എൻ്റെ കറണ്ട് ഫേവറേറ്റ് ടീ ആണ് കേട്ടോ ഇത്. സാധാരണ സിഡ്നിയിൽ ഞാൻ ചായ കുടിക്കാറേ ഇല്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ഒരു ഹാബിറ്റ് തുടങ്ങിയിരിക്കുന്നു. ഇനി അവിടെ പോകുമ്പോൾ അത് വീണ്ടും മാറും കേട്ടോ. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് നല്ല നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാം അപ്പോൾ എല്ലാം അമ്മയ്ക്ക് ഭയങ്കര കൈപ്പുണ്യാണ്. പക്ഷെ ചേട്ടൻ ഇതൊന്നും കഴിക്കത്തില്ല. ചേട്ടൻ ഇതൊക്കെ മിസ് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നല്ല സൂപ്പർ ഡൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് തുണിയൊക്കെ എടുത്ത് അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ വന്നേക്കാണ്. എൻ്റെ ഫേസ് ഒന്ന് കഴുകണം. എനിക്ക് ഇതാണ് പ്രശ്നം. ഞാൻ കുറേ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതങ്ങ് കഴുകി കളയാൻ തോന്നുകയാണ്. സോ യാ, ലെറ്റ് മീ ഗോ വാഷ് മൈ ഫേസ്. സമയം ഇപ്പോൾ 12:30 ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ചെയ്തു. അപ്പോഴത്തേനും തുണി അലക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് വിരിച്ചിട്ടു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല, ഞാൻ മറന്നുപോയി. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമായിരുന്നു. ഇവിടെ വന്നപ്പം എന്താണെന്ന് അറിയത്തില്ല, ആ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഫ്ലോ കിട്ടുന്നില്ല. താഴെ ചെന്നപ്പോൾ അമ്മ സർബത്ത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അപ്പോൾ അത് കുടിച്ചിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ നല്ല അത്ര ചൂടുമില്ല തണുപ്പില്ലാത്ത വെതർ ആയതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ ഇവിടെ ഞങ്ങൾ വരുമ്പോഴൊക്കെ നല്ല ചൂടായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. സോ ഗുഡ്. ഞാൻ ഭയങ്കര പ്ലാനിങ്ങും ഒക്കെ ആയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഭയങ്കര ടു ഡു ലിസ്റ്റും ഒക്കെ ഉണ്ടാക്കി എന്തൊക്കെയാണ് കൊണ്ടുവരണ്ടേന്നും ഒക്കെ എഴുതിയൊക്കെ വെച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവിടെ വന്നപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ എടുത്തിട്ട്, അവിടുത്തെ ഓസ്ട്രേലിയൻ ചാർജറാണ്, അപ്പോൾ അതിവിടെ പറ്റത്തില്ലല്ലോ, അതില്ല. പിന്നെ ഇവിടെ ഞാൻ വിചാരിച്ചത് ഇവിടെ ഓൾറെഡി ഒരു ഇന്ത്യൻ ചാർജർ ഇരിപ്പുണ്ടായിരുന്നു, ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർജർ ഇരിപ്പുണ്ടായിരുന്നു. അത് ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കാണും, അല്ലെങ്കിൽ സിഡ്നി തന്നെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അതറിയത്തില്ല. അപ്പം എൻ്റെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ ഇപ്പം ആകെ ഉള്ളൊരു വഴി ഈ പവർ ബാങ്കാണ്.
അതും പ്രശ്നമാണ്. അപ്പോൾ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഓസ്ട്രേലിയൻ എൻ്റെ സാംസങ്ങിൻ്റെ ഈ ചാർജർ, ആ ചാർജർ ഈ ഒരു ചെറിയ പിന്നാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഇന്ത്യൻ ചാർജറിൽ കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ലോഡ് ഓഫ് ഇഷ്യൂസ്. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് 3 മാസം ചാർജറൊന്നും ഇല്ലാതെ. ഇനി അതൊക്കെ ഒന്ന് ഒപ്പിക്കണം എവിടെയെങ്കിലും. ഇതിപ്പോൾ ഞാൻ അമ്മയുടെ ചാർജറാണ് യൂസ് ചെയ്യുന്നത് ഫോണിനും ഈ പവർ ബാങ്കിനും. ആൻഡ് പവർ ബാങ്ക് യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ലാപ്ടോപ്പ് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ചാർജിങ് ആണ്. എൻ്റെ ഒരു അവസ്ഥ നോക്കിക്കോണേ. ഈ ലാപ്ടോപ്പിന് ചാർജ് ചെയ്യണമെങ്കിൽ 1 വർഷം എടുക്കും. അത്രയ്ക്കും സ്ലോ ചാർജിങ് ആണ്. ഇപ്പം തൽക്കാലത്തേക്ക് നോ രക്ഷ. ഇങ്ങനെ പറ്റൂ. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് വർക്ക് ചെയ്യട്ടെ, എന്നിട്ട് പിന്നെ കാണാം. സമയം 2:30 കഴിഞ്ഞു. ഞാൻ കുറച്ച് പണിയിലായിരുന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നങ്ങ് പോയി കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യം മറന്നുപോയി. ഇപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. മാത്രമല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയതുകൊണ്ട് വിശപ്പുമില്ലായിരുന്നു കേട്ടോ. ചെമ്മീൻ കറി, ക്യാബേജ് തോരൻ, പിന്നെ ക്യാരറ്റ് മെഴുക്കുവരട്ടി, ഫിഷ് ഫ്രൈ, അച്ചാർ, പപ്പടം. ഗംഭീര ലഞ്ച്. ലെറ്റ് മീ ഹാവ് ഇറ്റ്. So good. So good. Nice. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല സൂപ്പർ ലഞ്ചായിരുന്നു. ഇപ്പോൾ സമയം 3 മണിയായി കേട്ടോ. കുറച്ച് ലേറ്റായി ലഞ്ച് കഴിക്കാൻ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്നും വീഡിയോയിൽ എടുത്തില്ലെന്നേ ഉള്ളൂ. ചായക്ക് മസാല ടീയും ക്രീം ബണ്ണും ആയിരുന്നു കേട്ടോ. അച്ഛൻ പുറത്ത് പോയപ്പം ക്രീം ബണ്ണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് തുണി ഞാൻ വിരിക്കാൻ ഇട്ടിട്ടില്ല ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ പറക്കാൻ പോവുകയാണെ. ഉണങ്ങി കാണും. ഇപ്പം ഉണങ്ങിയില്ലെങ്കിൽ ഞാൻ അകത്തെടുത്തിടണം, അല്ലെങ്കിൽ അത് മഴ പെയ്താൽ നനയും. ഞാൻ ഭയങ്കര കോലം കെട്ടോ ഗൈസ്. ഭയങ്കര കോലം കെട്ടതുപോലെ തോന്നുമല്ലേ? അല്ലെങ്കിലും എനിക്ക് വെതർ ചേഞ്ച് വരുമ്പോൾ ഇങ്ങനെയാണ്. തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മടക്കി വെക്കണം. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ വീട്. എനിക്ക് വരുമ്പം എടുക്കണം എന്നുണ്ടായിരുന്നു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. പക്ഷെ അത് പറ്റിയില്ല. അപ്പം വെട്ടമില്ലായിരുന്നല്ലോ, രാത്രിയിലല്ലേ വന്നത്. ഇപ്പോഴാണത് പറ്റിയത്. തുണിയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞാനങ്ങ് മടക്കി വെക്കുവാണേ. കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ കഴുകാനായിട്ട്. പക്ഷെ അത് ഇപ്പോഴേ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഔട്ട് ഓഫ് ക്ലോത്ത്സ് ആവും കേട്ടോ. കാരണം ഞാൻ വളരെ കുറവ് തുണിയല്ലേ കൊണ്ടുവന്നുള്ളൂ. ഇനി അതൊക്കെ വാങ്ങിക്കണം. എനിക്കാണെങ്കിൽ ഭയങ്കര മടി. ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇവിടെ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലമുള്ള തുണി കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണേ. അപ്പോൾ സമയം ഇപ്പം എത്ര മണിയായി? സമയം
5:52 ഓൾമോസ്റ്റ് 6 മണിയാവാറായി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, കാരണം ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളും ഞാൻ എന്താ കഴിക്കുന്നത് എന്നൊക്കെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അല്ലേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും അത് ഇനി ഇടണോ വേണ്ടായോ എന്നുള്ളത്. സോ ഇവിടെ വെച്ച് നിർത്താൻ കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഡിന്നർ കഴിക്കണം. ഡിന്നറിന് അമ്മ പറഞ്ഞു കപ്പയും മീൻകറിയാണെന്നുള്ളത്. അത് കാണിക്കാനൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ ഇവിടെ നിർത്താം ഈ വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് like, comment and subscribe to my channel. See you in my next vlog. Till then, ta-ta!